ആസി ആർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഗരം മസാലയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത്. ഇത് നമുക്ക് വെജിനും നോൺ വെജ് കറിക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ജാതിപത്രിയില്ലേ, അത് 4 എണ്ണം, 4 തക്കോലം, 3 വലിയ കഷ്ണം പട്ട, 2 കറുത്ത ഏലക്കയാണ് ചേർക്കുന്നത്. ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ഇടുക. ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാലയെ കുറച്ചും കൂടെ നല്ലൊരു മണം കിട്ടും, അതുകൊണ്ടാണ് ചേർക്കുന്നത്. ഏലക്ക 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. കുരുമുളക് 1 ടേബിൾ സ്പൂൺ, ഗ്രാമ്പു 1 ടേബിൾ സ്പൂൺ, ഇവിടെ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം, അത് 6 ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇവയെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ആദ്യം നമുക്ക് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കണം. നമ്മുടെ ഈ പാനില്ലേ, അത് നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മുടെ ഈ മസാല കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാനേ. ഒരു 2 മിനിറ്റ് മാത്രം നമുക്ക് കൈ മാറ്റാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഈ പാനിൽ നിന്ന് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കണേ. ഒരുപാട് നേരം നമ്മുടെ ഈ മസാലയൊക്കെ ചൂടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഫ്ലേവർ അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഒരു 2 മിനിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ചൂടാറി കഴിഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെടുക്കുന്ന മിക്സിയുടെ ജാറും ഈ പ്ലേറ്റിലും ഒന്നും വെള്ളത്തിൻ്റെ അംശം പാടില്ല, എങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഗരം മസാല പൂത്തു പോകും. അതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനിവിടെ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫൈനായിട്ടാണ് പൊടിക്കാൻ ഇഷ്ടമെങ്കിൽ അതനുസരിച്ചിട്ട് പൊടിച്ചെടുക്കണേ. അപ്പോൾ നമ്മുടെ ഗരം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ തന്നെ പൊടിച്ചെടുത്ത് വെക്കണേ. ഒരുപാട് നാൾ വെച്ച് കഴിഞ്ഞാൽ ഗരം മസാലയുടെ മണമൊക്കെ നഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.